ഞാൻ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ ഒരു 2 വീലർ എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിക്കുന്ന സമയത്ത് അയൽക്കാരൻ ഒരു പോലീസിനെ വിളിച്ചു വിട്ട് 12,000 രൂപ പെറ്റി അടിപ്പിച്ചു. ആ പെറ്റി അടിപ്പിക്കുന്ന സമയത്ത് ഞാൻ ബ്രദറിൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു. ഞാൻ ബൈബിൾ എടുത്ത് വീട്ടിന് 4 ചുറ്റും കറങ്ങിയ ശേഷം ബ്രദറിനെ അന്വേഷിച്ച് ഞാൻ തമ്പാനൂർ വന്നു. തമ്പാനൂർ വന്നപ്പം ബ്രദർ അവിടെ നിൽക്കുന്നുണ്ട്. കയറി വന്നു. ഞാൻ ബാക്കിൽ റോഡിൽ നിന്ന് പഠിപ്പിക്കുന്നതുകൊണ്ട് മുട്ട് വയ്യാത്തതുകൊണ്ട് ബാക്കിൽ ഇരിക്കുകയായിരുന്നു. ഇരിക്കുമ്പോൾ ബ്രദർ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പറയുന്നു, ഉപജീവന മാർഗത്തിനൊരു വണ്ടി എടുത്ത് ശത്രുവിൻ്റെ തടസ്സം കാരണം 3 ദിവസം കൊണ്ട് വീട്ടിൻ്റെ സൈഡിൽ വെച്ചേക്കുന്ന വ്യക്തി എന്നെ ദൈവാത്മാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ ഇരിക്കുമ്പം ബ്രദർ ഇങ്ങ് ഫ്രണ്ടിൽ വിളിച്ചിട്ട് പറഞ്ഞ്, ശത്രു തടസ്സപ്പെടുത്താത്തൊരു വാതിൽ നിങ്ങൾക്ക് ദൈവം തുറക്കുകയാണെന്നും ഇന്ന് മുതൽ ഇതൊന്ന് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സൗകര്യം എനിക്കറിയത്തില്ല, ആരാ വന്നതെന്നറിയത്തില്ല, പക്ഷേ ഞാനിത് വീണ്ടും കേൾപ്പിച്ചു. കാരണം ഇത് എന്നെ കൊണ്ട് നടക്കുന്നതല്ല, ദൈവാത്മാവ് ചെയ്യുന്നതാണ്. ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനങ്ങ് ചാർജറായി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഇന്ന് മുതൽ ആ സഹോദരിയുടെ ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞു. ഇതേപോലെ ഒരു വഴിയിട്ടാ പറയുന്നത്. പറഞ്ഞാട്ടെ സിസ്റ്റർ. പിന്നെ പറഞ്ഞു, വീട്ടിൽ നിങ്ങൾ ഇന്ന് ചെല്ലുമ്പോൾ ഒരു പേപ്പറും വെച്ചൊരു വ്യക്തി റോഡിൽ നിൽക്കും അപ്പം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ആ പേപ്പറും വെച്ച് ലേണേഴ്സിൻ്റെ പേപ്പർ വെച്ച് ഓടിച്ചോളാൻ പറഞ്ഞു പോലീസ്. അപ്പം പേപ്പറും വെച്ചൊരു വ്യക്തി റോഡിൽ നിൽക്കുകയായിരുന്നു. ഹല്ലേലൂയ. അന്ന് ഈ സഹോദരിയുടെ വഴി തുറന്നു. വീടിൻ്റെ പുറകിൽ ഒരു വലിയ ഗ്രൗണ്ട് പോലെ സ്ഥലമായി അന്ന് മുതൽ. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഒരാളും തടയാത്ത രീതിയിൽ അനേകർ വന്ന് ഈ സഹോദരിയുടെ കീഴിൽ ലൈസൻസ് എടുത്തു. ദൈവം തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ സഹോദരി സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ഇന്നു മുതൽ ഒരു ഭയങ്കര സന്തോഷം നടക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ ഈ സഹോദരി എന്നോടൊന്നും അറിയാം എന്തുവായിരുന്നു, ഹസ്ബൻഡ് അറിയാം, വീട്ടിലെ വഴക്ക് എന്തോ എപ്പോഴും അലപ്പും വെളിയും ബഹളമാണ്. ഒരു സ്വസ്ഥതയും കിട്ടൂല. പക്ഷേ ആ സ്നാനപ്പെട്ടതിൻ്റെ അന്ന് പറഞ്ഞു, ഞാൻ കൊല്ലത്തിരിക്കുന്ന സമയത്ത് വീട്ടിൽ അനുഭവിച്ച സന്തോഷം പറയാൻ പറ്റാത്തതാണെന്ന്. അന്ന് മുതൽ ആ ബഹളം വീട്ടിലില്ല. അന്ന് മുതൽ ഇത് നിന്നോട് ഞാനിന്ന് ഫില്ല് ചെയ്യാണ്. ഇന്നും മുതൽ നിന്റെ വീട്ടിൽ വഴക്ക് വരത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് സ്വീകരിക്കാം. ഇന്നു മുതൽ ചില പേപ്പറുകൾ ക്യാൻസൽ ആകും.